ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് സിങ്കർണസ് കൗണ്ടർ ഡിസൈൻ. ഐ റിപ്പീറ്റ്, സിങ്കർണസ് കൗണ്ടർ ഡിസൈൻ. പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൗണ്ടർ ഡിസൈൻ എന്ന് പറയുന്ന ടോപ്പിക്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ കൗണ്ടർ ഡിസൈൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലാസ്സിലോട്ട് കടക്കുന്നു. ഇതെല്ലാമാണ് പ്രീവിയസ് ആയിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ആദ്യം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം, എന്നിട്ട് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസൈൻ എ 3-bit സിങ്കർണസ് അപ്പ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. 3-bit അപ്പ് കൗണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? 000 മുതൽ 111 വരെ കൗണ്ട് ചെയ്യണം. 0 മുതൽ 7 വരെ കൗണ്ട് ചെയ്യുന്ന ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യുക ബൈ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ക്വസ്റ്റ്യനിൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എന്ന് സ്പെസിഫൈ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ DO TO വെച്ച് ഡിസൈൻ ചെയ്യുക. അത് ഡിസൈൻ ചെയ്യാണ് കുറച്ചും കൂടി എളുപ്പം. ക്വസ്റ്റ്യൻ 2, ഡിസൈൻ എ മോഡ് 10 ഡീക്കേഡ് സിങ്കർണസ് കൗണ്ടർ യൂസിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. മോഡ് 10 എന്ന് പറയുന്നത് 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്യുന്ന കൗണ്ടറാണ് മോഡ് 10 കൗണ്ടർ എന്ന് പറയുന്നത്. ആ കൗണ്ടറിനെ പറയുന്ന പേരാണ് ഡീക്കേഡ് കൗണ്ടർ. എക്സാമിന് ചോദിക്കുന്നത് ഈ രീതിയിലായിരിക്കും, ഡിസൈൻ എ ഡീക്കേഡ് സിങ്കർണസ് കൗണ്ടർ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡിസൈൻ എ മോഡ് 10 സിങ്കർണസ് കൗണ്ടർ യൂസിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ക്വസ്റ്റ്യൻ 3, ഡിസൈൻ എ സിങ്കർണസ് സീക്വൻസ് കൗണ്ടർ വിത്ത് ദ കൗണ്ടിങ് സീക്വൻസ് 0 1 3 2 6 7 5 4 എന്ന കൗണ്ടിങ് സീക്വൻസ് കൗണ്ട് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അപ്പ് കൗണ്ടർ ആണ്. നമ്മൾ സീരീസ് ആയിട്ട് കൗണ്ട് ചെയ്യാം. 0 1 2 3 4 5 6 7 വരെ കൗണ്ട് ചെയ്യാം. അതേസമയം ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു കൗണ്ടിങ് സീക്വൻസ് ആണ്. ആ കൗണ്ടിങ് സീക്വൻസ് മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഡിസൈൻ എ മോഡ് 5 സിങ്കർണസ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. മോഡ് 5 എന്ന് പറയുമ്പോൾ 0 മുതൽ 4 വരെ മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ഡിസൈൻ എ സിങ്കർണസ് കൗണ്ടർ ദാറ്റ് കൗണ്ട്സ് ദ സീക്വൻസ് 2 4 6 0 അഗെയിൻ 2 4 6 0. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം യൂസിങ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ സിങ്കർണസ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ജനറേറ്റ് ദ സീക്വൻസ് 0 0 0 0 1 0 0 1 1 1 1 1. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 0 1 0 2 0 1 1 3 1 1 1 എന്ന് പറയുന്നത് 7. സോ ഇത് കൗണ്ട് ചെയ്യണം. 0 2 3 7 7 കഴിഞ്ഞ് അഗൈൻ 0 കൗണ്ട് ചെയ്യണം. ഈ രീതിയിലുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് സിങ്കർണസ് കൗണ്ടർ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് എക്സാമിന് ചോദിക്കാറുള്ളത്. തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ എക്സാമിന് ചോദിക്കും. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും കൗണ്ടർ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ക്ലാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും വന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് രീതിയിൽ ചോദിക്കുന്നത് എന്താണ്? ഒന്നല്ലെങ്കിൽ അപ്പ് കൗണ്ടർ, അല്ലെങ്കിൽ ഡൗൺ കൗണ്ടർ, അല്ലെങ്കിൽ അപ്പ് ഡൗൺ കൗണ്ടർ, അല്ലെങ്കിൽ കൗണ്ടിങ് സീക്വൻസ് തരും, അല്ലെങ്കിൽ ബൈനറി വാല്യൂസ് തരും. ഈ രീതിയിലാണ് എക്സാമിന് ചോദിക്കാറുള്ളത് കൗണ്ടറിന്റെ, സിങ്കർണസ് കൗണ്ടറിന്റെ ഡിസൈൻ. ഇതിന്റെ തിയറി പാർട്ടെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ്. നേരെ ഡയറക്റ്റ് ആയിട്ട് ഡിസൈനിലോട്ടാണ് കടക്കുന്നത്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഓക്കെ, ഡിസൈൻ ഓഫ് സിങ്കർണസ് കൗണ്ടർ. ഡിസൈൻ ഓഫ് സിങ്കർണസ് കൗണ്ടർ. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇത്രയും സ്റ്റെപ്പ് എഴുതി വയ്ക്കാം. കൗണ്ടർ ഡിസൈൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പ് അവിടെ എഴുതി വയ്ക്കുക, മാർക്ക് വീഴുന്നതായിരിക്കും. സ്റ്റെപ്സ് ഫോർ ഡിസൈനിങ് സിങ്കർണസ് കൗണ്ടർ. സ്റ്റെപ്പ് 1 എന്താണ്?
ഫൈൻഡ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ആ കൗണ്ടിങ്ങിന് വേണ്ടി എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുക. സ്റ്റെപ്പ് 2, ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം. അത് ഏത് രീതിയിലാണോ കൗണ്ട് ചെയ്യേണ്ടത് ആ കൗണ്ട് ചെയ്യുന്നതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക. സ്റ്റെപ്പ് 3, സെലക്ട് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഡ്രോ ദ എക്സൈറ്റേഷൻ ടേബിൾ. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാന്ന് ഡിസൈഡ് ചെയ്യുക. JK ആണോ, T ആണോ, D ആണോ, SR ആണോ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുക. ക്വസ്റ്റ്യനിൽ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ യൂസിങ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് കാണുന്നതെങ്കിൽ അത് വെച്ച് വരയ്ക്കുക. അല്ലെങ്കിൽ DO TO യൂസ് ചെയ്യുക. കാരണം അത് വെച്ച് ഡിസൈൻ ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. സ്റ്റെപ്പ് 4, ഫൈൻഡ് ദ മിനിമൽ എക്സ്പ്രഷൻ ഫോർ ദ എക്സൈറ്റേഷൻ ഓഫ് ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ വരച്ചു. അതിനുശേഷം K-മാപ്പ് സിംപ്ലിഫിക്കേഷൻ ആണ് വരുന്നത്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഇൻപുട്ടിനനുസരിച്ചുള്ള K-മാപ്പ് സിംപ്ലിഫിക്കേഷൻ, അതിനൊരു എക്സ്പ്രഷൻ കിട്ടും. എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രോ ദ ലോജിക് ഡയഗ്രാം, ഡ്രോ ദ ലോജിക് സർക്യൂട്ട്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. അപ്പൊ ആദ്യം ആ ക്വസ്റ്റ്യൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഡിസൈൻ എ മോഡ് 3 അപ്പ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ടൈറ്റിൽ അതുപോലെ എഴുതുന്നു, 3-bit അപ്പ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിനുശേഷം ഇത്രയും സ്റ്റെപ്പുകൾ എഴുതുന്നു. ഏതൊക്കെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നേ? ഫൈൻഡ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം, അതിന്റെ കൗണ്ടിങ് സീക്വൻസ് വരയ്ക്കുക. സ്റ്റെപ്പ് 3, സെലക്ട് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഡ്രോ ദ എക്സൈറ്റേഷൻ ടേബിൾ. ഈ ഒരു എക്സൈറ്റേഷൻ ടേബിൾ മാത്രമാണ് നമുക്ക് ആകെ പഠിക്കാനുള്ളത്. ഓക്കെ, സെലക്ട് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുക. അതായത് SRന്റെയും JKയുടെയും Tയുടെയും Dയുടെയും എക്സൈറ്റേഷൻ ടേബിൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഫൈനൽ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും എക്സൈറ്റേഷൻ ടേബിൾ ആൻസർ ഷീറ്റിൽ സൈഡിൽ എഴുതി വെക്കുക, അതിന്റെ തെറ്റാതിരിക്കാൻ വേണ്ടി. ആ എക്സൈറ്റേഷൻ ടേബിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മാർക്ക് എന്ന് പറയുന്നത് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫൈൻഡ് ദ മിനിമൽ എക്സ്പ്രഷൻ ഫോർ ദ എക്സൈറ്റേഷൻ ഓഫ് ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക ബൈ യൂസിങ് K-മാപ്പ്. ആ K-മാപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് ലോജിക് സർക്യൂട്ട് വരയ്ക്കുക. ഇതാണ് ഒരു സിങ്കർണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഇതിൽ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ഫൈൻഡ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസൈൻ സിങ്കർണസ് 3-bit അപ്പ് കൗണ്ടർ. ഒരു 3-bit അപ്പ് കൗണ്ടർ ഡിസൈൻ ചെയ്യുക. ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? 3-bit അപ്പ് കൗണ്ടർ എന്ന് പറയുമ്പോൾ Q2, Q1, Q0 3-bit ആണ്. അപ്പൊ 0, 0, 0 മുതൽ 1, 1, 1 വരെയുള്ള എല്ലാ കോമ്പിനേഷൻസ് എഴുതുക. 2⁻³ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3-bit ആണ്. സോ അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2⁻³ ആണ്. അതായത് 8 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്. അതായത് 0 മുതൽ 0, 1, 2, 3, 4, 5, 6, 7. 0 മുതൽ 7 വരെയാണ് 3-bit പോസിബിൾ കോമ്പിനേഷൻസ് ഉള്ളത്. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ വരച്ചു. 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 0, 1, 0, 0, 0, 1, 0, 1, 1, 1, 0, 1, 1, 1 വരെയുള്ളത് വരച്ചു.
0 മുതൽ 7 വരെയുള്ള എല്ലാ കോമ്പിനേഷൻസും എഴുതി. ഇതാണ് നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത്. 0 മുതൽ 7 വരെ കൗണ്ട് ചെയ്യണം. 7 കഴിഞ്ഞാൽ വീണ്ടും 0 മുതൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് അതിൻ്റെ കൗണ്ടിങ് സീക്വൻസ് വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നുള്ളത് തീരുമാനിക്കുക. ഇവിടെ എത്ര ബിറ്റാണുള്ളത്? ഇത് ഫസ്റ്റ് ബിറ്റ്, ഇത് സെക്കൻഡ് ബിറ്റ്, ഇത് തേർഡ് ബിറ്റ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബിറ്റ് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? അതൊരു മെമ്മറി എലമെന്റ് ആണ്. അതൊരു സിംഗിൾ ബിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ബിറ്റിൽ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ നോക്കുക. 7 വരെയാണ് കൗണ്ട് ചെയ്യുന്നത്. 7ന്റെ ബൈനറി സീക്വൻസ് എന്ന് പറയുന്നത് 1 1 1 ആണ്. അപ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 3. 3 ബിറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു. ഇതാണ് ഫസ്റ്റ് വൺ, ഇതാണ് സെക്കൻഡ് വൺ, ഇതാണ് തേർഡ് വൺ. അപ്പോൾ നമുക്ക് 3 എണ്ണമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഈ ഡയഗ്രാം ഇവിടെ വരയ്ക്കണമെന്നില്ല, മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. ഓക്കെ, ഇത് മാത്രം എഴുതിയാൽ മതി. ഫൈൻഡ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുമ്പോൾ 3 ബിറ്റ് അപ്പ് കൗണ്ടറിന് വേണ്ടത് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ എഴുതി 3. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 3 ബിറ്റാണ് വരുന്നത്. അപ്പോൾ ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് 3 ബിറ്റ് അപ്പ് കൗണ്ടറിന് വേണ്ടത്. അതേസമയം 4 ബിറ്റ് ആണെങ്കിൽ നമുക്ക് ഏതുവരെ കൗണ്ട് ചെയ്യണം? 4 ബിറ്റ് ആണെങ്കിൽ 0 0 0 മുതൽ 1 1 1 വരെ കൗണ്ട് ചെയ്യണം. ഇത് 0, ഇത് 15 വരെ. ഓക്കെ, അപ്പോൾ ഇതിന് 1 2 3 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. മാക്സിമം എക്സാമിന് ചോദിക്കുക 4 ബിറ്റ് വരെ മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, ഒരു ചെറിയ എസ് ഒക്കെ ആകുമ്പോൾ ഒരു 3 ബിറ്റ് പ്രതീക്ഷിച്ചാൽ മതി. കാരണം അത് സോൾവ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും. മാക്സിമം വരുന്നത് 4 ബിറ്റ് വരെ ആയിരിക്കും. 4 ബിറ്റ് ആകുമ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടത്. 3 ബിറ്റ് ആകുമ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. 2 ബിറ്റ് ആകുമ്പോൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടത്. സ്റ്റെപ്പ് 2, ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു സംഭവം തന്നെ. എന്താണ്? ഇത് 0, ഇത് 1, ഇത് 2 3 4 5 6 7. ഇതാണ് കൗണ്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 1 2 3 4 5 6 7 ഈ രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൗണ്ട് ചെയ്യണം. 0 കഴിഞ്ഞാൽ 1, 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ അഗൈൻ 0ലോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. 7 കഴിഞ്ഞാൽ 0ലോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബൈനറി സീക്വൻസ് അതുപോലെ എഴുതി. 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. അത് നമ്മളിങ്ങനെ ഒരു സർക്കിളായിട്ട് ചുമ്മാ വരച്ചു വെച്ചു. ഇതൊന്നും വലിയ സംഭവമേ അല്ല. വരച്ചു വെച്ചല്ലോ. അപ്പോൾ ഇത് കിട്ടി. ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ വരച്ച് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്രയാണെന്ന് മനസ്സിലാക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക. ഇനി അടുത്താണ് സെലക്ട് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഡ്രോ ദ എക്സൈറ്റേഷൻ ടേബിൾ. ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈൻ എ സിങ്കർണസ് 3 ബിറ്റ് അപ്പ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ എടുക്കുന്നു. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ, വെറും ഡിസൈൻ മാത്രമാണ് പറഞ്ഞെങ്കിൽ DO TO യൂസ് ചെയ്യുക. അപ്പോൾ ആകെ കൗണ്ടർ ഡിസൈനിൽ പഠിക്കാനുള്ളത് ഈ എക്സൈറ്റേഷൻ ടേബിൾ മാത്രമാണ്. എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതാണ് QN എന്ന് പറയുന്നത്. പ്രസന്റ് സ്റ്റേറ്റ് ആണ് QN. QN+1 എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, QN എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റ് ആണ്. QN+1 എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ടേബിളിലോട്ട് പോകുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ടേബിളിൽ നിന്നാണ് എക്സൈറ്റേഷൻ ടേബിളിലോട്ട് വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ്.
ഇപ്പൊ തൽക്കാലം ഒന്നും അറിഞ്ഞാലും കുഴപ്പമില്ല, ഈ എക്സൈറ്റേഷൻ ടേബിൾ ബൈ ഹാർട്ട് ചെയ്യുക. ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ ആ എക്സൈറ്റേഷൻ ടേബിൾ അവിടെ എഴുതി വെക്കുക, സൈഡിലായിട്ട് എഴുതി വെക്കുക. എല്ലാത്തിൻ്റെയും JK, T, SR, D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതി വെക്കുക. പിന്നെ മാർക്ക് എങ്ങോട്ടും പോകില്ല. ഇതാണ് J എന്ന് പറയുന്ന ഇൻപുട്ട്, ഇതാണ് K എന്ന് പറയുന്ന ഇൻപുട്ട്. 0-ൽ നിന്ന് 0-ലോട്ട് ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ Jയുടെ വാല്യൂ 0-യും Kയുടെ വാല്യൂ ഡോണ്ട് കെയറും ആയിരിക്കും. 1 to 0 ട്രാൻസിഷൻ Jയുടെ വാല്യൂ ഡോണ്ട് കെയർ, Kയുടെ വാല്യൂ 1. 0 to 1 ട്രാൻസിഷൻ J1, K ഡോണ്ട് കെയർ. 1 to 1 ട്രാൻസിഷൻ J ഡോണ്ട് കെയർ, K 0. ഇതാണ് ആകെ പഠിക്കാനുള്ളത്. 0 0 1 0 0 1 1 1. ആ കോമ്പിനേഷനിൽ ഏതൊക്കെയാണോ Jയുടെ വാല്യൂ, ഏതൊക്കെയാണോ Kയുടെ വാല്യൂ, അത് മാത്രമേ പഠിക്കാനുള്ളൂ. 0 to 0 0 ഡോണ്ട് കെയർ, 1 to 0 ഡോണ്ട് കെയർ 1, 0 to 1 1 ഡോണ്ട് കെയർ, 1 to 1 ഡോണ്ട് കെയർ 0. ഈ ഒരു എക്സൈറ്റേഷൻ ടേബിൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ, ഓക്കെ, അത് നിങ്ങൾക്കത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും കൗണ്ടർ ഡിസൈൻ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 ആണ്. സെലക്ട് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഡ്രോ ദ എക്സൈറ്റേഷൻ ടേബിൾ. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്തു, അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിളും എഴുതി. ഇനി നമുക്ക് വേണ്ടത് റിക്വയർഡ് എക്സൈറ്റേഷൻസ് ആണ്. ഓരോ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ ഇൻപുട്ട് നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടി ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. ആദ്യം ടേബിൾ വരച്ചു, പ്രസന്റ് സ്റ്റേറ്റ് എഴുതി. ഏതൊക്കെയാണ്? Q2, Q1, Q0. ഇതാണ് കൗണ്ട് ചെയ്യേണ്ടത്. 0 0 0 മുതൽ 1 1 1 വരെ. അതായത് ഇത് 0, ഇത് 1 2 3 4 5 6 7 വരെ കിട്ടിയല്ലോ. ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് അടുത്ത കോളത്തിൽ എഴുതുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്, അതായത് Q2ൻ്റെ Q2 പ്ലസ്, Q1ൻ്റെ Q1 പ്ലസ്, Q0യുടെ Q0 പ്ലസ്. നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, 0 കഴിഞ്ഞ് കൗണ്ട് ചെയ്യേണ്ടത് ഏതാണ്? 0 കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേറ്റ് 0 കഴിഞ്ഞ് കൗണ്ട് ചെയ്യേണ്ടത് 1 ആണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 അങ്ങോട്ട് എഴുതുക. ഓക്കെ, 0 കഴിഞ്ഞ് കൗണ്ട് ചെയ്യേണ്ടത് 1 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ 1 എഴുതി. 0 കഴിഞ്ഞ് 1 ആണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യേണ്ടത് ഏതാണ്? 2 ആണ്. സോ 1 കഴിഞ്ഞാൽ 2 ആണ് കൗണ്ട് ചെയ്യേണ്ടത്. സോ 2ൻ്റെ ബൈനറി അവിടെ എഴുതി. 2 കഴിഞ്ഞാൽ 3 ആണ് കൗണ്ട് ചെയ്യേണ്ടത്. സോ 3യുടെ ബൈനറി അവിടെ എഴുതി. ഈ തൊട്ട് താഴെയുള്ളത് മുകളിലോട്ട് പെറുക്കി എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും ഇല്ല. 3 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യേണ്ടത് 4 ആണ്. അപ്പോൾ 3ന് കഴിഞ്ഞിട്ട് 4ൻ്റെ ബൈനറി എഴുതി. 4 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യേണ്ടത് 5 ആണ്. 4 കഴിഞ്ഞിട്ട് 5ൻ്റെ ബൈനറി എഴുതി. 5 കഴിഞ്ഞാൽ 6 ആണ്. 6ൻ്റെ ബൈനറി എഴുതി. 6 കഴിഞ്ഞാൽ 7 ആണ്. 7ൻ്റെ ബൈനറി എഴുതി. അടുത്തത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ എത്തുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. 7 കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് ഏതാണ്? 0-ലോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. 0 1 2 3 4 5 6 7 കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് 0-ലോട്ടാണ്. 7 വരെയാണ് മാക്സിമം പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ 0-ലോട്ട് പോകണം. അപ്പം നമ്മൾ ഇവിടെ എഴുതുന്നത് 7 കഴിഞ്ഞാൽ 0യുടെ ബൈനറിയാണ് എഴുതേണ്ടത്. 0 0 0 എഴുതി. ഓക്കെ, പ്രസന്റ് സ്റ്റേറ്റ് എഴുതി, നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതി. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇതിൻ്റെ നെക്സ്റ്റ് എന്താണോ വരുന്നത് ആ ബൈനറി വാല്യൂസ് എഴുതി. ഇവിടെ എഴുതുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ടത് 1 1 1 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യേണ്ടത് 0 ആണ്. 0 0 എഴുതി. കിട്ടിയല്ലോ. ഇത്രയുമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. പ്രസന്റ് സ്റ്റേറ്റ് എഴുതി, നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതി. ഇനിയാണ് റിക്വയർഡ് എക്സൈറ്റേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? 1 2 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണ്? JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. JK എന്ന് പറയുമ്പോൾ എന്താണ്? JK ഒരു ഇൻപുട്ട്,
രണ്ട് ഇൻപുട്ട് ക്യൂ ക്യൂ ബാർ. ഓക്കെ, ഇങ്ങനെയാണ് ജെ കെയുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സ്കിമാറ്റിക് സിമ്പൽ വരുന്നത്. അപ്പൊ ഇതാണ് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇതാണ് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇതാണ് മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഇപ്പൊ ഇതില് ആദ്യത്തെ J2 K2, Q2 Q2 ബാർ, അതുപോലെ J1 K1, J0 K0. ഈ മൂന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ജെയുടെയും കെയുടെയും ഇൻപുട്ടാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. J2 K2, J1 K1, J0 K0. ഇത് എഴുതുന്നത് പ്രസന്റ് സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷൻ മുഖേനയാണ്. കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. അതായത് ആദ്യം നമ്മൾ ഈ കോളം നോക്കുക, J2 K2 ആണ്. അപ്പൊ അതില് Q2നെയും Q2 പ്ലസിനെയും നോക്കുക, ഈ കോളത്തിലോട്ട് നോക്കുക. ഓക്കെ, ഈ സീറോന്ന് ഈ സീറോയിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്താവും, അതാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് ഇവിടെ എക്സൈറ്റേഷൻ ടേബിൾ ഉണ്ടായിരുന്നല്ലോ, 0 ടു പ്രസന്റ് സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ, 0 0ലോട്ട് പോകുമ്പോൾ ജെയുടെ വാല്യൂ 0യും കെയുടെ വാല്യൂ ഡോൺ കെയറുമാണ്. ആ രീതിയിലാണ് എഴുതേണ്ടത്. Q2ൽ നിന്ന് Q2 പ്ലസിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും J2ന്റെ K2ന്റെ വാല്യൂ എഴുതുക. അതുപോലെ J1 K1 ആണെങ്കിൽ Q1 പ്ലസ് 1 എന്ന് പറയുന്ന കോമ്പിനേഷൻ നോക്കുക. അവിടെ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും J1 K1ന്റെ വാല്യൂ. അതുപോലെ J0 K0 ആണെങ്കിൽ Q0യും Q0 പ്ലസും തമ്മിലുള്ള ട്രാൻസിഷൻ നോക്കുക. 0 to 1, 1 to 0. ഈ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും ജെയുടെയും കെയുടെയും വാല്യൂ എന്ന് നോക്കി സമാധാനപൂർവ്വം എഴുതുക. ഇവിടെ തെറ്റ് വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ ഓരോന്ന് നോക്കുമ്പോൾ ശ്രദ്ധിച്ച് കൈ മറച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ആ എക്സാമിനിരിക്കുമ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്ക് കിട്ടി, അത് നമ്മൾ പാസ്സാവാനുള്ള സാധ്യതയിലോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധാപൂർവം എഴുതുക. ഇത് എഴുതി കഴിഞ്ഞാൽ പകുതി പരിപാടി തീർന്നു. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇത് ഇവിടെ നിന്ന് തന്നെ എല്ലാം നമുക്ക് എഴുതാം. മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നു. സോ നമ്മൾ ആദ്യത്തെ എന്താ ചെയ്തേ, ആദ്യത്തേതില് Q2 സെലക്ട് ചെയ്യാണ്. ഈ Q2വും ഈ Q2 പ്ലസിന്റെ വാല്യൂ സെലക്ട് ചെയ്യാണ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതാൻ പോണത് J2 K2ന്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. Q2 പ്ലസ് ആണ് എടുക്കുന്നത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇതില് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഈ ട്രാൻസിഷൻ പഠിക്കുക. 0 to 0, 0 ഡോൺ കെയർ, 1 to 0 ഡോൺ കെയർ 1, 0 to 1, 1 ഡോൺ കെയർ, 1 to 1 ഡോൺ കെയർ 0. അപ്പൊ Q2 പ്ലസ് എടുത്തു. 0 0ലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ജെയുടെയും കെയുടെയും വാല്യൂ 0 ഡോൺ കെയർ എഴുതി. 0 അഗെയിൻ 0 ഡോൺ കെയർ, 0 ഡോൺ കെയർ. 0ൽ നിന്ന് 1ലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ 0 to 1, ദാറ്റ് ഈസ് 1 ഡോൺ കെയർ, 1 ഡോൺ കെയർ എഴുതി. 1 to 1, 1ൽ നിന്ന് 1ലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഡോൺ കെയർ 0, 1ൽ നിന്ന് 1ലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഡോൺ കെയർ 0. 1 to 1 ചേഞ്ച് ചെയ്യുമ്പോൾ ഡോൺ കെയർ 0, 1 to 1 ചേഞ്ച് ചെയ്യുമ്പോൾ ഡോൺ കെയർ 0. 1 to 0 ചേഞ്ച് ചെയ്യുമ്പോൾ 1ൽ നിന്ന് 0ലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ ഡോൺ കെയർ, കെയുടെ വാല്യൂ 1, ഡോൺ കെയർ 1. ഇത് മാത്രമാണ് ശ്രദ്ധിച്ചെഴുതാനുള്ളൂ. ഇത് മാത്രമേ ഇതിലാകെ ശ്രദ്ധിച്ച് ചെയ്യാൻ ഉള്ളൂ. കാര്യം മനസ്സിലായോ? Q2 എടുത്തു, Q2 പ്ലസ് എടുത്തു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. ഇതൊരു ഗെയിം പോലെയാണ്. നമ്മൾ കൂടുതൽ തിയറി ഒന്നും പഠിക്കേണ്ട. ഒരു ചെറിയ പസിലൊക്കെ സോൾവ് ചെയ്യുന്ന പോലെ സിമ്പിളായിട്ട് ചെയ്ത് സുഖമായിട്ട് നമുക്ക് 8 മാർക്ക് സിമ്പിളായിട്ട് വാങ്ങാവുന്നതാണ്. അടുത്തെടുക്കുക. അടുത്ത് Q1ന്റെ വാല്യൂ എടുത്തു, Q1 പ്ലസിന്റെ വാല്യൂ എടുത്തു. അത് നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ നോക്കി ഓരോ ട്രാൻസിഷൻ നോക്കി. 0 to 0 ചേഞ്ച് ചെയ്യുമ്പോൾ 0 ഡോൺ കെയർ. അങ്ങനെ എല്ലാത്തിൻ്റെയും വാല്യൂസ് ഇതുവരെ എഴുതി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. അതായത് 0 to 0 ഡോൺ കെയർ, 0 to 1 1 ഡോൺ കെയർ, 1 to 1
0 don't care, 1 to 0 don't care 1, 0 to 0 0 don't care, 0 to 1 1 don't care, 1 to 1 don't care 0, 1 to 0 don't care 1. എക്സൈറ്റേഷൻ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഓക്കെ, എക്സൈറ്റേഷൻ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. ഓക്കെ, ഇത് എഴുതുന്നത് പ്രസന്റ് സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് മൂവ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം എഴുതുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ആണ് Q0യും Q0 പ്ലസും. 0യിൽ നിന്ന് 1 ചേഞ്ച് ചെയ്യുമ്പോൾ J0 K0യുടെ വാല്യൂ ആണ് 1 don't care, 1 to 0 don't care 1, 0 to 1 1 don't care, 1 to 0 don't care 1, 0 to 1 1 don't care, 1 to 0 don't care 1, 0 to 1 1 don't care, 1 to 0 don't care 1. ആ കോമ്പിനേഷൻസും എഴുതി. ഓക്കെ, നമ്മൾ ചെയ്തത് എന്താണ്? ഇതായിരുന്നു നമ്മുടെ വാല്യൂസ്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോന്നും എടുത്തെഴുതി. നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് പോവാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. എഴുതി Q0 3 എഴുതി കഴിഞ്ഞു. നമ്മൾ എഴുതി കഴിയുമ്പോൾ എന്ത് വരും? ഫില്ല് ചെയ്തുമ്പോൾ ഏകദേശം ഇതുപോലെ വരും. നല്ല രസമല്ലേ കാണാം, ഒരു പൂക്കളിട്ട പോലെ ഒരു ഫീലില്ലേ? അപ്പോൾ ഇതുപോലെയാണ് സംഭവം ഇരിക്കുന്നത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 50% വർക്ക് കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ആകെ പണിയെടുക്കാനുള്ളത് ഈ ഒരു ഏരിയ മാത്രമാണ്. മനസ്സിലായോ? എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? പ്രസന്റ് സ്റ്റേറ്റ് എഴുതി, നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതി, ഓരോന്നിൻ്റെയും ട്രാൻസിഷൻ എക്സൈറ്റേഷൻ ടേബിൾ നോക്കിയാണ് ഇതുപോലെ പറക്കി പറക്കി എഴുതിയത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഫൈൻഡ് ദ മിനിമൽ എക്സ്പ്രഷൻ ഫോർ ദ എക്സൈറ്റേഷൻ ഓഫ് ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് നമുക്ക് ഇതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഇതാണ് 2, ഇതാണ് 3. ഓരോന്നിൻ്റെയും ഇക്വേഷൻ അറിയണം. അതായത് ജെയുടെ ഇക്വേഷൻ അറിയണം, K2ൻ്റെ ഇക്വേഷൻ അറിയണം, J1 K1 J0 K0. അതായത് 1 2 3 4 5 6 6 കെ മാപ്പ് നമുക്ക് ആവശ്യമാണ്. എങ്കിലാണ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. 1 2 3 4 5 6 കെ മാപ്പ് വേണം. അതേസമയം ഡി ആയിരുന്നെങ്കിൽ, ഡിയോ ടി ഫ്ലിപ്പ് ഫ്ലോപ്പോ ആയിരുന്നെങ്കിൽ എന്താണ്? അവിടെ ആകെ ഒരു ഇൻപുട്ട് മാത്രമാണ് വരുന്നത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ടിയോ ഡിയോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് T2 T1 T0 3 ആവശ്യമുള്ളൂ. ഇതിവിടെ നമുക്ക് 6 വന്നിട്ടുണ്ട്. മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് J2 K2ൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ ആണ്. അത് പ്രസന്റ് സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. 0 0 0 1 1 1 വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ വാല്യൂസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം എന്താണ്? J2ൻ്റെ ഇക്വേഷൻ ആണ് എഴുതാൻ പോകുന്നത്. J2ൻ്റെ ഇക്വേഷൻ J2. ഓക്കെ, അപ്പോൾ ഇതേതാണ്? ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7. സ്റ്റേറ്റ് ഏതൊക്കെയാണ്? Q2 Q1 Q0. അപ്പോൾ നമുക്ക് 3 വേരിയബിളിൻ്റെ കെ മാപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ വരച്ചു Q2 Q1 Q0 0 0 0 1. ഇവിടെ ശ്രദ്ധിക്കുക, 1 1 1 0 then 0 1. അതിൻ്റെ ഉള്ളിൽ വാല്യൂസ് എഴുതി 0 1 2 3 4 5 6 7. കെ മാപ്പിൻ്റെയൊക്കെ സിംപ്ലിഫിക്കേഷൻ വീഡിയോ വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ വീഡിയോ കാണുക. കെ മാപ്പ് അറിയില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണോ? അപ്പോൾ നമുക്ക് ഇനി അതിലെ വാല്യൂസ് കൊടുക്കുകയാണ്. ഇതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. J2ൻ്റെ വാല്യൂ ആണ് എഴുതാൻ പോകുന്നത്. ഇവിടെ നോക്കുക, കോമ്പിനേഷൻ Q2 0 Q1 0 Q0 0. 3 0 ആകുമ്പോൾ 0 0 0 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. 0 എഴുതി. 0 0 1 0 0 1 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. 0 എഴുതി. 0 1 0 0 1 0 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. 0 1 1 0 1 1 ആകുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 എഴുതി.
അതിനെക്കാട്ടും ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഉള്ളിൽ 0 1 2 3 എഴുതിയത്. കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 0 എഴുതുമ്പോൾ വാല്യൂ 0 ആണ്, അപ്പോൾ നമ്മൾ 0 എഴുതി. 1 എഴുതുമ്പോൾ വാല്യൂ 0 ആണ്, 0 എഴുതി. 2 എഴുതുമ്പോൾ വാല്യൂ 0 ആണ്, 0 എഴുതി. 3 എഴുതുമ്പോൾ വാല്യൂ 1 ആണ്, 1 എഴുതി. ഇനി 4ന്റെ വാല്യൂ എന്താണ്? 4ന്റെ സമയത്ത് ഡോൺ കെയർ ആണ്, ഡോൺ കെയർ എഴുതി. 5ന്റെ സമയത്ത് ഡോൺ കെയർ ആണ്, ഡോൺ കെയർ എഴുതി. 6ന്റെ സമയത്ത് ഡോൺ കെയർ ആണ്, 6ന്റെ വാല്യൂ ഡോൺ കെയർ. 7ന്റെ വാല്യൂ ഡോൺ കെയർ ആണ്, ഡോൺ കെയർ എഴുതി. അപ്പോൾ പ്രസന്റ് സ്റ്റേറ്റിനെയാണ് തെറ്റിപ്പോയത് കേട്ടോ. അതായത് ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ചെയ്യുമ്പോൾ, നെക്സ്റ്റ് സ്റ്റേറ്റ് ആണോ പ്രസന്റ് സ്റ്റേറ്റ് ആണോ, എക്സാമിന് എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്താണോ എഴുതേണ്ടത്, ഇതിനെ ബേസ് ചെയ്താണെന്നുള്ളത്. പ്രസന്റ് സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കെ മാപ്പ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എഴുതി നമ്മൾ 0 0 0 ആ വാല്യൂസ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കോമ്പിനേഷൻ നോക്കുക. 1നെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഡോൺ കെയറിന് ഇമ്പോർട്ടൻസ് ഇല്ല, 1നെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇവിടെ 1 വരുന്നത് ഇവിടെയല്ലേ, സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന് ഗ്രൂപ്പ് ചെയ്യുന്നത് ഈ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. നേരെ ലെഫ്റ്റിലോട്ട് നോക്കുക. ഏതിൻ്റെ ഇക്വേഷനാണ്? J2ൻ്റെ ഇക്വേഷനാണ്. ലെഫ്റ്റിലോട്ട് നോക്കുക, 0യും 1 ആണ്, ക്യാൻസലായി പോവും. നേരെ മുകളിലോട്ട് നോക്കുക, 1 1 ആണ്. അപ്പം എന്ത് കിട്ടും? Q1 Q0 എന്നാണ്. Q1 വാല്യൂ 1 ആണ്, Q0 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് വിൽ ബി Q1 Q0. J2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Q1 Q0 ആയിരിക്കും. J2 വിൽ ബി Q1 Q0. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് K2ൻ്റെ വാല്യൂ ആണ്. 0 0 മുതൽ 1 1 വരെയുള്ള എല്ലാ വാല്യൂസും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോന്നിനും നോക്കിയിട്ട് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏറ്റവും നല്ലത് ഇത് നോക്കിയതാണ്. 0 1 2 3 4 5 6 7 ഈ വാല്യൂസ് നോക്കി അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഇക്വേഷൻ ആണ് K2ൻ്റെ ഇക്വേഷൻ. K2ൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോൺ കെയർ ഡോൺ കെയർ ഡോൺ കെയർ. ഇവിടെ 1 മാത്രം വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും ഈ ഭാഗത്തെല്ലാം 0 ആയിരിക്കും വാല്യൂസ് ഉണ്ടാവുക ആസ് പെർ ദ ഡയഗ്രാം. ഈ 0 0 ആണ് അവിടെ വരുന്നത്. സോ ഇതിനെ നമുക്ക് ഈ രീതിയിൽ തന്നെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോഴും ലെഫ്റ്റിലോട്ട് നോക്കുക, ക്യാൻസൽ ആവും. നേരെ മുകളിലോട്ട് നോക്കുക, 1 1 ആണ് വരുന്നത്. സോ K2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് K2 is equal to Q1 Q0. Q1 Q0. അതായത് 1നെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. 1 ഡോൺ കെയർ. നേരെ ലെഫ്റ്റിലോട്ട് നോക്കുക, ക്യാൻസൽ ആവും. നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ Q1 Q0 വരെ 1 1 ആണ് വരുന്നത്. സോ K2ൻ്റെ വാല്യൂ Q1 Q0 ആയിരിക്കും. അതായത് J2ൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിലും K2ൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിലും നമുക്ക് കിട്ടിയത് എന്താണ്? Q1 Q0 ആണ്. രണ്ടും ഒരേ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അടുത്ത് J1 K1 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് J1ൻ്റെ വാല്യൂ ആണ്. J1. അപ്പം അതിനു വേണ്ടി ഇത് നോക്കുക. അതായത് പ്രസന്റ് സ്റ്റേറ്റിനെ നോക്കി J1ൻ്റെ വാല്യൂസ് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 1 2 3 4 5 6 7 ആ വാല്യൂസ് എന്തൊക്കെയാണോ വരുന്നത് അതിനെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനിയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ചെയ്യേണ്ടത് 1നെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. ഈ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് നോക്കുക, 0യും 1 ആണ്, ക്യാൻസൽ ആയി പോകും. നേരെ മുകളിലോട്ട് നോക്കുക, അത്രയും ഏരിയ മുകളിലോട്ട് നോക്കുക. അപ്പോൾ എന്താണ് വരിക? ഇവിടെ 0യും 1 ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ 1ഉം 1ഉം ആണ് വന്നിരിക്കുന്നത്. ആ 1ൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ Q0 ആണ്, ഇവിടെ Q0 ആണ്. ഇത് Q1 ആണ്, Q1 ബാർ ആണ്, ഇത് Q1 ആണ്. അപ്പോൾ വരുന്നത് Q0 എന്ന് പറയുന്ന വാല്യൂ ആണ് എടുക്കുക. സോ J1 വിൽ ബി Q0. J1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Q0 ആയിരിക്കും. J1 വിൽ ബി Q0. ഇനി K1 നോക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് K1ൻ്റെ വാല്യൂ ആണ്. സോ K1ൻ്റെ വാല്യൂ എഴുതി. പ്രസന്റ് സ്റ്റേറ്റിനെ നോക്കി K1ൻ്റെ വാല്യൂ K മാപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഇതുപോലെ കിട്ടും. ഇവിടെ 0 0 വരും. ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് ലെഫ്റ്റിലോട്ട് നോക്കുക, നേരെ മുകളിലോട്ട് നോക്കുക. അപ്പോഴും വരുന്നത് ഇവിടെ 1 1 ആണ്.
സോ അതിൻ്റെ വാല്യൂ ആണ് K1ൻ്റെ വാല്യൂ Q0 ആണ് വരുന്നത്. കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ ഒന്ന് നോക്കണം, കാരണം അതിലെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി J0 K0, ഇത് വരുന്നത് J0യുടെ വാല്യൂ ആണ്, ഇത് വരുന്നത് K0യുടെ വാല്യൂ ആണ്. അപ്പോൾ ആദ്യം എഴുതുന്നത് J0യുടെ വാല്യൂ ആണ്. ഇത് ഇങ്ങോട്ട് പ്രസന്റ് സ്റ്റേറ്റ് നോക്കി J0യുടെ വാല്യൂ എല്ലാം ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, അതായത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, ഇവിടെയൊക്കെ 0 ഇടയ്ക്ക് വന്നിരുന്നു, അപ്പോൾ നമുക്ക് എല്ലാം ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇവിടെ നോക്കിയേ, 1 ഡോൺ കെയർ 1ഉം ഡോൺ കെയർ മാത്രമാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. K0ൻ്റെ കേസിലും 1ഉം ഡോൺ കെയർ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഫില്ലായിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? J0യുടെ വാല്യൂ 1 ഡിനോട്ട് ചെയ്യാം, K0യുടെ വാല്യൂ 1 ഡിനോട്ട് ചെയ്യാം. ഓക്കെ, എല്ലാ വാല്യൂസും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത് 1ഉം ഡോൺ കെയർ മാത്രമാണുള്ളത്. അതുകൊണ്ട് J0 = 1, K0 = 1. 4 വേരിയബിൾ കെ മാപ്പ് ആണെങ്കിലും 1 ഡോൺ കെയർ എല്ലാം വന്നു കഴിഞ്ഞാൽ അത് 1 ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടി? ഇവിടെ J2ൻ്റെ വാല്യൂ കിട്ടി, K2ൻ്റെ വാല്യൂ കിട്ടി, J1 K1ൻ്റെ വാല്യൂ കിട്ടി, J0 K0 കിട്ടി. ഇനി ആ വാല്യൂസ് പെറുക്കി എഴുതുക. ഓക്കെ, ഫൈൻഡ് ദ മിനിമൽ എക്സ്പ്രഷൻ ഫോർ ദ എക്സൈറ്റേഷൻ ഓഫ് ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും കിട്ടിയ വാല്യൂസ് എടുത്തെഴുതുക. J0 K0 = 1, J1 K1ൻ്റെ വാല്യൂ Q0 ആണ് വന്നത്, J2 K2ൻ്റെ വാല്യൂ Q1 Q0 ആണ് വന്നത്. ഓക്കെ, ചിലപ്പോൾ ചില കേസിൽ 2 വാല്യൂസും വ്യത്യാസമാവും. J1ൻ്റെ വാല്യൂ വേറെ ആവാം, K1ൻ്റെ വാല്യൂ വേറെ ആവും. പക്ഷേ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ വന്നത് 2 വാല്യൂ ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ലേശം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഡ്രോ ദ ലോജിക് സർക്യൂട്ടാണ് അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ആ വാല്യൂസ് അതുപോലെ എഴുതി. നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടത്? 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടത്. അത് ആദ്യം വരയ്ക്കുക. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് വേണം. ഓക്കെ, ഇതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3. ഓക്കെ, ഇത് ഏത് കൗണ്ടറാണ്? സിങ്കർണസ് കൗണ്ടറാണ്. സിങ്കർണസ് കൗണ്ടറിന്റെ പ്രത്യേകത എന്താണ്? ക്ലോക്ക് എന്ന് പറയുന്നത് സിമിലർ ക്ലോക്കാണ് എല്ലാത്തിനും വരിക. ഓക്കെ, എല്ലാത്തിനും സെയിം ക്ലോക്കാണ് വരിക. ഓക്കെ, ക്ലോക്ക് സിഗ്നൽ വരച്ചു. ഇനി ഇത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് J0 K0 Q0 Q0 ബാർ. സെക്കൻഡ് J1 K1 Q1 Q1 ബാർ. J2 K2 Q2 Q2 ബാർ. എഴുതിയല്ലോ. ഇനി ഇത്രയാണ് മിനിമൽ ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം. ഇനിയാണ് ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് വാല്യൂസ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ആദ്യം എന്താണ്? J0 K0 = 1. J0നും K0നും 1 കൊടുക്കുക. J0 കണക്ട് ചെയ്തു, K0 കണക്ട് ചെയ്തു, 1 കൊടുത്തു. ദാറ്റ് ഈസ് ഹൈ വാല്യൂ ആണ് അവിടെ വരിക, ഹൈ. ഇനി J1 K1 = Q0. Q0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ല Q0 കൊടുത്തു, J1 കൊടുത്തു. ആ വാല്യൂ തന്നെയാണ് ഇതിലോട്ട് വരുന്നത്, K1 വരുന്നത്, കൊടുത്തു. J1നും K1നും Q1. J2 K2 Q1 × Q0 എന്നാണ്. Q1 × Q0 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യാം. ഇതാണ് Q1 വരേണ്ടത്, ഇതാണ് Q0 വരേണ്ടത്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് Q1 Q0 വരിക. അപ്പോൾ Q1 എടുക്കുക. Q1 എവിടെയാണ് വരുന്നത്? Q1 ഇവിടെ വരുന്നുണ്ട്. Q0 എവിടെ വരുന്നു? Q0 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണ്ടത് ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, ഇതാണ് Q0, ഇതാണ് Q1. ഓക്കെ, ഇതാണ് Q1 Q0. അതാണ് ഏതിൻ്റെ ഇൻപുട്ടായി കൊടുക്കേണ്ടത്? J2ൻ്റെ ഇൻപുട്ടും അതുപോലെ K2ൻ്റെ
ഇൻപുട്ടുമായിട്ട് വരുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് Q0, അതുപോലെ Q1, അതുപോലെ Q2. ഈ ഔട്ട്പുട്ടാണ് മൂന്നെണ്ണം എടുക്കുക. Q2, Q1, Q0 ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുക. ഇത്രയുമാണ് ഫിഗർ എ ലോജിക് സർക്യൂട്ട്. സോ ഇത്രയുമാണ് നമ്മുടെ ലോജിക് സർക്യൂട്ട് ഉള്ളത്. മനസ്സിലായല്ലോ? ഇതിൽ നിന്നാണ് ഇത് വരച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വരച്ചത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു, ക്ലോക്ക് സിമിലർ ആണ് ആദ്യം കൊടുത്തു, ഇതിൽ നിന്ന് ഇതിലോട്ട് എഴുതി. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയുമാണ് അതിന്റെ ലോജിക് സർക്യൂട്ട് വരുന്നത്. ഇതാണ് അതിന്റെ ഫൈനൽ ലോജിക് സർക്യൂട്ട് വരുന്നത്. സെയിം ഡയഗ്രാം തന്നെയാണ്. കൗണ്ട് ചെയ്യേണ്ട സീക്വൻസ് ഇതാണ്. Q2, Q1, Q0 ആണ് കൗണ്ട് ചെയ്യേണ്ടത്. ഇപ്പൊ എങ്ങനെയാണ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയേ എങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിസൈൻ സിങ്കർണസ് 3-bit അപ്പ് കൗണ്ടർ ആണ് ആദ്യം ചെയ്തത്. ഏതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് മനസ്സിലാക്കി JK ആണ് പറഞ്ഞത്. എത്ര എണ്ണം വേണമെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 3-bit ആയതുകൊണ്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടത്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. 0 മുതൽ 7 വരെയാണ്. 7 കഴിഞ്ഞാൽ 0 കൗണ്ട് ചെയ്യണം. പിന്നെ എക്സൈറ്റേഷൻ ടേബിൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വരച്ചു. അതിൽ നിന്ന് ഇവിടെയാണ് കുറച്ച് പണിയെടുക്കാനുള്ളത്. എക്സൈറ്റേഷൻ ടേബിൾ ഓരോ ഇൻപുട്ടിന്റെയും വരച്ചു. ഓരോന്നും സെപ്പറേറ്റ് J2, K2, J1, K1, J0, K0. അതിനുശേഷം നമ്മൾ ഓരോന്നിനെയും K മാപ്പ് സെപ്പറേറ്റ് 6 K മാപ്പ് വേണം. 6 K മാപ്പ് വരച്ചു. അതിനുശേഷം നമ്മൾ ഇക്വേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഫൈനൽ ആയിട്ടുള്ള ലോജിക് ഡയഗ്രാം വരച്ചു. ഫൈനൽ ഡയഗ്രാം വരുന്നത് ഇതുപോലെയാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പാണ് ചെയ്തത്? ഇത്രയും സ്റ്റെപ്പുകളാണ് ചെയ്തത്. സ്റ്റെപ്പ് 1, ഫൈൻഡ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം, സെലക്ട് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഡ്രോ എക്സൈറ്റേഷൻ ടേബിൾ, find the minimal expression for the excitation of each flip flop, draw the logic circuit. ഇത്രയും സ്റ്റെപ്പുകൾ തുടക്കം തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഈ ആൾക്ക് അറിയാം, എഴുതിയ ആൾക്ക് വ്യക്തമായിട്ട് അറിയാം കൗണ്ടർ ഡിസൈൻ എന്നുള്ളത്. സോ ഇത്രയുമാണ് ഒരു കൗണ്ടർ ഡിസൈൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത്. എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയോ, അതിലൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കൗണ്ടർ ഡിസൈൻ എന്ന് പറയുന്നത്. കൗണ്ടർ ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ ആ മൊഡ്യൂളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും വലിയ ഡിസൈൻ ആയിട്ട് അതിൽ വരുന്നത്. ബാക്കിയുള്ളതെല്ലാം വരുന്നത് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ് വരുന്നത്. അപ്പോൾ കൗണ്ടർ ഡിസൈൻ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോസ് എല്ലാം തുടക്കം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഒരുപാട് മാർക്കും ഒരുപാട് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വൺസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഈ സെമസ്റ്റർ 3യുടെ എല്ലാ ക്ലാസ്സസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണുക, മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുക, നന്നായിട്ട് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്